ഗുഡ് ആഫ്റ്റർനൂൺ വ്യൂസ്. വലിയൊരു കൺസേൺ മാർക്കറ്റിന് എനിക്ക് തോന്നുന്നു വെച്ചാൽ ബേസിക്കലി ഈ മിഡിൽ ഈസ്റ്റിലെ വാർ എവിടെ എത്തുന്നില്ല. ഇറ്റ് ഈസ് സംതിങ്. ഇന്നലെ ഞാൻ വായിച്ചൊരു ന്യൂസ്, അബുദാബിയിലെ ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഇറാന്റെ ഡ്രോൺ അറ്റാക്ക് ചെയ്യുന്നു കേട്ടു. അപ്പോൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ വാർ ഈസ് ഗോയിങ് ടു എസ്കലേറ്റ് ഫർദർ എന്ന് എനിക്ക് തോന്നുന്നത്. സോ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുക ഇന്ത്യനാണ്. കാരണം ഇന്ത്യയുടെ കയ്യിൽ ഇനി കുറച്ച് ക്യാഷ് മാത്രമേ ഉള്ളൂ. വി ക്യാൻ ഫോറിൻ കറൻസി അത്രയേ ഉള്ളൂ. കാരണം we are buying using yuan to buy Russian oil, and ഇനിയിപ്പം foreign oil വാങ്ങിക്കണമെങ്കിൽ we don't have much money. So India is going to be in a big ഈ ഇറാൻ്റെ വാറിൽ ഏറ്റവും അധികം സ്ട്രഗിൾ ചെയ്തത് കൺട്രി ഇന്ത്യയാണ്. കാരണം ഇന്ത്യൻ്റെ വലിയൊരു ട്രേഡിംഗ് പാർട്ട്നേഴ്സ് മിഡിൽ ഈസ്റ്റാണ്. പിന്നെ വേറൊരു കാര്യം പറയാന്ന് വെച്ചാൽ ഈവൺ അമേരിക്ക പ്രസിഡന്റ് ഈസ് ഓൾസോ, ട്രംപ് പറയുന്ന ടെസ്റ്റിംഗ് ദ ന്യൂക്ലിയർ വെപ്പൺസ് എന്ന് പറയുന്നത്. ആൻഡ് ചൈനയെ കുറിച്ച് നിങ്ങൾ പറയാന്ന് വെച്ചാൽ, ചൈന, യു ലുക്ക് അറ്റ് ചൈന, ദേ കൺട്രോൾ 3 സെക്ടേഴ്സ് ഏർലിയർ. ഒരു 10 കൊല്ലം മുമ്പ്. ഇന്ന് ലോകത്തിലുണ്ടാകുന്ന എല്ലാ ടോയ്സ് ചൈന മോണോപ്പൊളിയാണ്. ടോയ്സ്, ഫർണിച്ചർ, അപ്പാരൽസ്, ഈ 3 ഏരിയയിലും ചൈന വേൾഡിൽ ഡോമിനേഷൻ ആയിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ അവർ കൺട്രോൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ പിന്നെ സെമി കണ്ടക്ടേഴ്സ്, മാഗ്നറ്റ്സ്, റെയർ എർത്ത് മിനറൽസ്, കെമിക്കൽസ്, ഫാർമസ്യൂട്ടിക്കൽസ്, ടെലികോം. സോ ഇതിനുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ ഇതൊക്കെ ഒരു ഡിഫൻസിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളും ഒരു രാജ്യത്തിൻ്റെ സെക്യൂരിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. പക്ഷേ ഇന്നിപ്പോൾ ചൈന വിചാരിച്ചാൽ ലോകത്തിൻ്റെ ഏത് ഇൻഡസ്ട്രീനെയും അവർക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. സോ യു സീ സം ഇൻ്റർമീഡിയറ്റ്സ് ആർ കമ്മിങ് ഫ്രം ചൈന. ചൈന ഇന്ന് കെമിക്കൽസ് ഇൻ്റർമീഡിയറ്റ്സ് കിട്ടിയിട്ടില്ലെങ്കിൽ ഇന്ത്യയിലെ കെമിക്കൽ കമ്പനീസിന് ഫംഗ്ഷൻ ചെയ്യാൻ പറ്റില്ല. ഇത് ലാർജ് കമ്പനീസ് ലൈക്ക് BASF ചില യൂറോപ്പിലൊക്കെ ക്ലോസ് ഡൗൺ ചെയ്തു ഈ കമ്പനി. കാരണം വെച്ചാൽ അവർക്ക് ദേ കനോട്ട് കോമ്പീറ്റ് വിത്ത് ചൈനീസ് പ്രോഡക്ട്സ്. അതുകൊണ്ട് അവർ ക്ലോസ് ഡൗൺ ചെയ്തു. സോ മോസ്റ്റ് ഓഫ് ദി ഇൻഡസ്ട്രീസ് ദേ ആർ നൗ ഡിപ്പെൻഡിങ് അപ്പോൺ ചൈന. സോ ഇതൊക്കെയാണ് ചൈനേൻ്റെ വലിയൊരു കൺസേൺ. ആൻഡ് അതാണ് ഈ ട്രംപ് ഇപ്പോൾ യു എസ് ചൈനയിൽ എത്തിയപ്പോൾ പറഞ്ഞത്, ഞങ്ങൾ പിന്നെ ദർ ഇസ് എ ഹ്യൂജ് ട്രേഡ് ഡെഫിസിറ്റ് വിത്ത് ചൈന ആൻഡ് അമേരിക്ക എന്നുള്ളതായിരുന്നു. സെക്കൻഡ്ലി, ഇന്നത്തെ ഈ സ്വയറിംഗ് സെറിമണിയിൽ മുസ്ലിം ലീഗിൻ്റെ ഫ്ലാഗ് കുറേ വേവ് ചെയ്ത് കണ്ടു. അതുപോലെ ഇന്ത്യൻ ഫ്ലാഗും വേവ് ചെയ്ത് കണ്ടു. പക്ഷേ എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ ഈ മുസ്ലിം ലീഗിൻ്റെ ഫ്ലാഗ് കണ്ടപ്പോൾ ഈ പാകിസ്ഥാൻ്റെ ഫ്ലാഗ് പോലെ തോന്നി. കാരണം വെച്ചാൽ പക്ഷേ പാകിസ്ഥാൻ്റെ ഫ്ലാഗും മുസ്ലിം ലീഗിൻ്റെ ഫ്ലാഗും എന്നുള്ള വ്യത്യാസം വെച്ചാൽ, പാകിസ്ഥാൻ്റെ ഫ്ലാഗിലൊരു വൈറ്റ് സ്ട്രിപ്പ് ഉണ്ട്, പക്ഷേ മുസ്ലിം ലീഗിൻ്റെ ഫ്ലാഗിൽ അതില്ല. ആ വൈറ്റ് സ്ട്രിപ്പ് എന്താ പാകിസ്ഥാൻ്റെ ഫ്ലാഗിൽ ഉദ്ദേശിക്കുക, ഈ പാകിസ്ഥാനിലുള്ള മൈനോറിറ്റീസിൻ്റെയാണ് ആ വൈറ്റ് സ്ട്രിപ്പ് ഉദ്ദേശിക്കുന്നത്. സോ ദേ ആൺ ടു പ്രൊട്ടക്ട് ദ